നമസ്കാരം, എല്ലാവർക്കും GS Dixon ടോക്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഇൻഡസ്ട്രി ആയിട്ടുള്ള ഞാൻ വർക്ക് ചെയ്യുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് സോഡ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയാണ് ഞാൻ വർക്ക് ചെയ്യുന്നിട്ടുള്ളത്. അപ്പോൾ ആ ഇൻഡസ്ട്രിയെക്കുറിച്ചും അതിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ചും പറയാൻ വേണ്ടിയിട്ടുള്ള ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ജോസഫ് പ്രീസ്ലി എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷുകാരനാണ്, UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു രസതന്ത്രജ്ഞനാണ് ആദ്യമായിട്ട് സോഡ കണ്ടുപിടിച്ചത്. സോഡ എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും ചേരുന്നതാണ് സോഡ എന്ന് പറയുന്നത്. കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും ചേരുന്ന ഒരു പാനീയം മനുഷ്യന് ഉപയോഗപ്രദമാണെന്നും അത് ഒരു സന്തോഷം ഉളവാക്കുന്നതാണെന്നും എൻജോയ്മെൻറ്റിന് പറ്റിയതാണെന്നുള്ളത് കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലിയാണ്. പക്ഷേ അതിന് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ജോസഫ് ബ്ലാക്ക് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടുപിടിക്കുന്നത്. അതിന് വർഷങ്ങൾ ശേഷം കഴിഞ്ഞിട്ടാണ് ജോസഫ് പ്രീസ്ലി സോഡ കണ്ടുപിടിക്കുന്നത്. ജോസഫ് പ്രീസ്ലി എന്ന് പറയുന്നത് മഹാനായ രസതന്ത്രജ്ഞനാണ്. ജോസഫ് പ്രീസ്ലിയുടെ കണ്ടുപിടുത്തങ്ങൾ നമ്മളുടെ ലോകത്തിനെ തന്നെ മാറ്റിമറിച്ചിട്ടുള്ള കണ്ടുപിടുത്തങ്ങളാണ്. എക്സാമ്പിളായിട്ട് പറയുന്നത് ഓക്സിജൻ കണ്ടുപിടിച്ചിട്ടുള്ളത് ജോസഫ് പ്രീസ്ലിയാണ്. ജോസഫ് പ്രീസ്ലിയുടെ മഹത്തായ കണ്ടുപിടുത്തങ്ങളിലൊന്നാണ് ചില്ലുകൂട്ടിലെ എലി പരീക്ഷണം എന്നിട്ടുള്ള, നമ്മളൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള പരീക്ഷണങ്ങളിലൊന്നാണ് ചില്ലുകൂട്ടിലെ എലി പരീക്ഷണം എന്നുള്ളത്. അതേപോലെ തന്നെയാണ് സസ്യങ്ങളിൽ നിന്ന് ഓക്സിജൻ പുറപ്പെടുവിക്കുന്നു എന്നുള്ള പരീക്ഷണം, പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന പരീക്ഷണം കണ്ടുപിടിച്ചിട്ടുള്ളതും അത് പ്രൂവ് ചെയ്തിട്ടുള്ളതും ജോസഫ് പ്രീസ്ലിയാണ്. കാർബൺ മോണോക്സൈഡ് കണ്ടുപിടിച്ചു, അമോണിയ കണ്ടുപിടിച്ചു, മറ്റനേകം വാതകങ്ങൾ, ഏകദേശം 8ഓളം വാതകങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ളത് ജോസഫ് പ്രീസ്ലിയാണ്. കാർബൺ സൈക്കിൾ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലിയാണ്. അങ്ങനെ ലോകത്തിന് മഹത്തായിട്ടുള്ള ഒട്ടനേകം കണ്ടുപിടുത്തങ്ങൾ ജോസഫ് പ്രീസ്ലിയുടെ സംഭാവനയാണ്. 1781 ജേക്കബ് ഷ്യൂപ്പെ എന്ന് പറയുന്ന സ്വിറ്റ്സർലൻഡുകാരനാണ് സോഡ വാട്ടർ കമേഴ്ഷ്യലൈസ് ചെയ്യുന്നത്. ഷ്യൂപ്പെ ശരിക്കും പറഞ്ഞാൽ ഒരു വാച്ച് നിർമ്മാണ കമ്പനിയുടെ ഉടമസ്ഥനായിരുന്നു. അങ്ങനെ വാച്ച് നിർമ്മാണ കമ്പനിയുടെ ആ ഒരു വ്യാവസായികമായിട്ടുള്ള താല്പര്യങ്ങൾ, വ്യാവസായികമായിട്ടുള്ള പ്രാധാന്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് ജേക്കബ് ഷ്യൂപ്പെ സോഫ്റ്റ് ഡ്രിങ്ക് ഇൻഡസ്ട്രിയിലേക്ക് കടക്കുകയാണ്. അങ്ങനെ 1781 ഷ്യൂപ്പെ കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയും അതിലൂടെയാണ് ലോകത്തെ സോഡ നിർമ്മാണം, സോഡ എന്താണെന്നും ജനങ്ങൾക്ക് സോഡ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും. അതിനുശേഷം പല രാജ്യങ്ങളിലായിട്ട് ഷ്യൂപ്പെ കമ്പനിയെ വ്യാപിപ്പിക്കുകയും ശീതള പാനീയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലേക്ക് കമ്പനിയെ വളർത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ലോകത്തെ സോഫ്റ്റ് ഡ്രിങ്ക്, ശീതളപാനീയങ്ങൾ എന്താണെന്ന് അറിയിച്ചിട്ടുള്ളത് ജേക്കബ് ഷ്യൂപ്പയാണ്. ഷ്യൂപ്പേഴ്സ് കമ്പനി ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്, ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ സോഫ്റ്റ് ഡ്രിങ്ക് അല്ലെങ്കിൽ സോഡയുടെ ചെറിയ ഒരു ലഘു ചരിത്രം. അടുത്ത ആഴ്ച പുതിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടിൽ ദെൻ ബൈ, താങ്ക് യു. പിന്നെ ഒരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.